ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്ക് ഒരു പുണ്യയാത്ര. പാട്ടുകളേറെ ഇഷ്ടമുള്ളവരാണ് നാം എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഫോട്ടോയോടൊപ്പം നമുക്കിഷ്ടമുള്ള പാട്ടിൻ്റെ ഏതാനും വരികൾ സ്റ്റാറ്റസായി സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ട്രെൻഡല്ലേ കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ്, അതെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ ഈ ട്രെൻഡ് നിലവിലുണ്ട് എന്ന് തന്നെ പറയാം. അന്ന് സോഷ്യൽ മീഡിയയും ഫോട്ടോയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ട്രെൻഡ് നിലവിലുണ്ടായിരുന്നു. അത് തുടങ്ങി വെച്ചത് മനുഷ്യരല്ല, ദൈവദൂതരായിരുന്നു. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനന വിശേഷം ദൈവദൂതന്മാർ ആട്ടിടയന്മാരെ അറിയിച്ചത് ഈ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു. അത് സ്വർഗം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ മണിമുഴക്കമായിരുന്നു. ആ മണിമുഴക്കം കേട്ടാണ് സുമനസ്സിന് ഉടമകളായ ആട്ടിടയർ പുൽക്കൂട്ടിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ അവർ സമാധാനം കണ്ടെത്തിയത്. ഉണ്ണീശോയെ കാണുവാൻ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലാണ് നാം. ഈ യാത്രയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമുക്ക് സന്മനസ്സുണ്ടോ? സന്മനസ്സുള്ളവർക്കേ സമാധാനമുള്ളൂ എന്നാണ് മാലാഖ പാടിയത്. ദൈവ മനുഷ്യനായി പുൽക്കൂട്ടിൽ ജനിക്കുവാൻ കാണിച്ച ആ സന്മനസ്, അതാണ് ക്രിസ്മസ്. അവിടെയാണ് ആട്ടിടയർ സമാധാനം കണ്ടെത്തിയത്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്തിന്? സോഷ്യൽ മീഡിയയിൽ പോലും അതിൻ്റെ വൈബുണ്ട്, ട്രെൻഡുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പീസ് ബ്രോ. അതിന് സന്മനസ് വേണം. യേശുവിനെ പോലെ സ്വയം ശൂന്യനാകാനുള്ള മനസ്സ്, വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ്, നന്മ ചെയ്യുവാനുള്ള മനസ്സ്, അതാണ് സന്മനസ്. അത് വളർത്തിയെടുക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ സ്വർഗത്തിൻ്റെ സമാധാനം ക്രിസ്തുമസായി നമ്മെ തേടി വരും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ. ഓർക്കുക പ്രിയമുള്ളവരെ, സന്മനസ്സുള്ളവർക്കാണ് സമാധാനമുള്ളത്. സ്തുതിയായിരിക്കട്ടെ.